ഇസ്രയേലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു രീതിയിലും ഒരു തീർപ്പ് കൽപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. അമേരിക്കയുടെ ഉപരോധം ഉൾപ്പെടെ ചീറ്റിപ്പോകുന്ന, പാളിപ്പോകുന്ന നയതന്ത്രപരമായിട്ടുള്ള അമേരിക്കയുടെ സകല സമീപനങ്ങളെയും ഇറാൻ വളരെ വേഗത്തിൽ, ശരവേഗത്തിൽ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ നയതന്ത്രം ലോകത്തിലെ ഏറ്റവും വലിയ പരാജിതന്റെ അവസ്ഥയിലേക്ക് പരിണമിക്കുന്ന അവസ്ഥയാണ്. ആൻപോരിമയും അഹങ്കാരവും എല്ലാം കാണിച്ചുകൊണ്ട് നടക്കുന്ന ഡൊണാൾഡ് ട്രംപ് വാസ്തവത്തിൽ സമതല തെറ്റി വൈറ്റ് ഹൗസിൽ തെക്ക് വടക്ക് അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? GCC രാജ്യങ്ങൾ അമേരിക്കയെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു എന്നുള്ള രീതിയിൽ മിഡിൽ ഈസ്റ്റിലെ വാർത്തകൾ ഓരോ ചാനലുകൾ, പ്രത്യേകിച്ചും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ വ്യാപകമായി അതിന്റെ കാര്യകാരണ സഹിതം അതിന്റെ നയതന്ത്ര വിള്ളലുകളെ കുറിച്ചും ഒക്കെ വാചാലരാകുമ്പോൾ അതിനെക്കുറിച്ച് മറുത്തൊരക്ഷരം അമേരിക്കയിലെ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയോ അതല്ലെങ്കിൽ അമേരിക്കയിലെ ബന്ധപ്പെട്ട മുതിർന്ന വൈറ്റ് ഹൗസിലെ ഉദ്യോഗസ്ഥരോ പ്രധാന നേതാക്കളോ ഒന്നും തന്നെ മറുപടി പോലും പറയുന്നില്ല. അവർ ഭയത്താൽ ഒളിച്ചിരിക്കുന്നത് പോലെയാണ്. അവർ ഒരു രീതിയിലും റിയാക്ട് ചെയ്യുന്നില്ല. ഇറാൻ വളരെ കരുതലോടെ തന്നെയാണ് ഇത്രയും കാലം അമേരിക്ക ചെയ്ത ചെയ്തികൾ മനസ്സിലാക്കി തന്നെയാണ് ഇറാന്റെ ഓരോ നീക്കവും. ഏറ്റവും ഒടുവിൽ നോക്കൂ, അമേരിക്കയുമായുള്ള പോരാട്ടം അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും അമേരിക്ക ഏത് നിമിഷവും ഇറാനിലെ പരമോന്നത നേതാക്കളെയും ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെയും തകർത്തതും അവരെ ഉന്മൂലനം ചെയ്തതുപോലെ ഏത് നിമിഷവും വീണ്ടും അറ്റാക്ക് നടത്തുമെന്ന പരിപൂർണമായ വിശ്വാസത്തിൽ തന്നെയാണ് ഇറാൻ ഇപ്പോഴും ആയുധവും കയ്യിലേന്തി നിൽക്കുന്നത്. എങ്ങനെയാണ് യുദ്ധം ശമിച്ചു എന്നോ സമാധാനപൂർണമായി അന്തരീക്ഷമെന്നോ പറയാൻ കഴിയുക? ഒരു രീതിയിലും ഗത്യന്തരമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് അമേരിക്കയുടെ ഈ ഇപ്പോഴത്തെ സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നത്. പരിതാപകരമാണ് ഡൊണാൾഡ് ട്രംപിന്റെ അവസ്ഥ. റെജീം ചേഞ്ച് ഇറാനിൽ വേണമെന്ന് അട്ടഹസിച്ച ഡൊണാൾഡ് ട്രംപിനും ബെഞ്ചമിൻ നെതന്യാഹുവിനും സ്വന്തം തടി സംരക്ഷിക്കാൻ എത്ര നാൾ കഴിയും? അതല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ ജനത തങ്ങളെ എത്ര നാൾ വിശ്വസിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യം പോലും ഇരുവർക്കും അറിയില്ല. പരസ്പരം പഴിയായി ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാമെന്ന് കരുതിയാൽ അതിനും ഒരു സ്കോപ്പ് ഇല്ലാതിരിക്കുകയാണ്. ചെകുത്താനും കടലിനും ഇടയ്ക്ക് നിൽക്കുന്ന അവസ്ഥയിൽ ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹു എന്ന വലങ്കയും പാളിപ്പോയിരിക്കുകയാണ്. ഇസ്രയേൽ അമേരിക്കയുടെ കാവൽ നായയായി ഒക്കെ പരിണമിച്ചു കളയാമെന്ന് വിചാരിച്ചിടത്തൊക്കെ ഇസ്രയേൽ അടികൊണ്ട് പുളയുകയാണ് എന്നുള്ളതാണ് സത്യം. ഇറാന്റെ പുതിയ നീക്കങ്ങളെല്ലാം GCC രാജ്യങ്ങൾ പരിപൂർണമായി സ്വാഗതം ചെയ്യുകയാണ് എന്നുള്ളതാണ്. US-ന്റെ എംബസികൾ പരിപൂർണമായി തകർത്ത് എയർബേസുകൾ ഇനി വേണ്ട എന്ന് GCC രാജ്യങ്ങളോട് പറയുമ്പോൾ അവർ കൃത്യമായി പറയുന്നു, വ്യാപാരവുമായി ബന്ധപ്പെട്ടത് മറ്റ് ബദൽ രേഖകൾ റഷ്യയും ചൈനയും ഉറപ്പു നൽകുമ്പോൾ ഇനി എന്തിനാണ് ഇനി US-നെ ആശ്രയിക്കുന്നത് എന്ന ചോദ്യം. ഇതിൽ പരം പരാജയം US-നുണ്ടോ?